ഗവൺമെന്റ് കോളേജുകളിലൊന്നും ഒരുവിധം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, MBA ഇല്ല. അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്യൂച്ചർ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ ഇഗ്നുവിലെ MBA ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉണ്ടോ എന്ന് ചില സ്റ്റഡി സെന്ററുകൾ പിള്ളേർക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാംസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഡിസ്റ്റന്റ് ആയി പഠിക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, അത്ര എക്സ്പെൻസീവും അല്ല MBA എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര പേടി ഉണ്ടാവുക, ഫീസ് കൂടുതലായിരിക്കുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായി. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ദിസ് ഇസ് സുധർമ്മ. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ MBA എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ വരുന്ന കുറെ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും MBA എടുക്കുമ്പോൾ, അതും ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ MBA എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചർ അധ്യാപിക ജിംഷയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ജിംഷ. താങ്ക് യു മിസ്. MBA എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, ഇവരാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതെ, ഓക്കെ. അപ്പം ഇഗ്നുവില് MBA എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു MBA ഹോൾഡർ ആവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം വരും. അപ്പൊ അവർക്ക് ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആവണം. എക്സ്ക്ലൂഡ് അണ്ണാമല യൂണിവേഴ്സിറ്റി ആൻഡ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റി ഒഴികെയുള്ള ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തില് ഡിഗ്രി പാസ്സായിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ BBA വേണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല. ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, ഏത് വിഷയം പഠിച്ച ആൾക്കും PG MBA ചൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു അഡ്മിഷന്റെ സമയത്ത്, പൊതുവെ അഡ്മിഷന്റെ സമയം എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ സമയത്ത് ഇയർലി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും? ഓക്കെ, ഇഗ്നോയുടെ കേസിലാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തില് 2 പ്രാവശ്യമാണ്, 2 ഇൻടേക്ക് ആണ് വരുന്നത്. ഒന്ന് ജനുവരി ഇൻടേക്കും മറ്റൊന്ന് ജൂലൈ ഇൻടേക്ക്. അപ്പൊ ജനുവരി ഓർ ജൂലൈ ഇൻടേക്കിലെ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇയർലി ഒരു 2 ഇൻടേക്കിലാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടുമേ ഇപ്പം റെക്കഗ്നൈസ്ഡ് ഇഗ്നു എന്ന് പറയുന്നത് തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ ഇഗ്നു എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇപ്പൊ MBAയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മള് 50% എബവ് മാർക്ക് ആ കുട്ടിക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം. അത് എല്ലാ കാറ്റഗറിയിലും പെടുന്നവർക്ക് അതാണോ ആവശ്യം? റിസർവേഷൻ കാറ്റഗറി SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ അതിന് കുറവുണ്ട്. അതല്ലാത്ത സ്റ്റുഡൻസ് 50% എബവ് മാർക്ക് ഡിഗ്രിക്ക് നേടിയിരിക്കണം. ഇപ്പോൾ 49.9 ആയാലും അത് പറ്റില്ല. 50% എബവ് റിസർവേഷൻ ആണെങ്കിൽ ബിലോ 50% ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിനനുസരിച്ച് അവർക്ക് ആ ഒരു മാർക്ക് വേണം. പിന്നെ നമ്മുടെ കയ്യിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, SSLC +2 നോർമലി നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ. എക്സ്ട്രാ ഒന്നുമില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് അത്രമാത്രം. അഡ്മിഷൻ എങ്ങനെ, ഏത് ത്രൂ ആണ്? ഓൺലൈൻ ത്രൂ ആണ് അഡ്മിഷൻ പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ഓൺലൈൻ ത്രൂ ആണ്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ ഒക്കെ നമ്മൾ എടുത്തു കഴിയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് MBA എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, PG പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 2 ഇയർ കോഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഓൺലൈൻ നമ്മുടെ ഇഗ്നോന്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. പേപ്പർ കോഡുകൾ ഉണ്ട്. പേപ്പർ കോഡുകൾ വെച്ചിട്ട് നമുക്ക് ഓരോ പേപ്പറിന്റെയും സ്റ്റഡി മെറ്റീരിയൽ ആക്സസ് ചെയ്യാം. പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ഹാൻഡ് ബുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനൊരു പ്രത്യേക ഫീസ് ഉണ്ട്. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റൽ വഴി നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. 2 രീതിയിൽ കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഫോമിൽ നമുക്ക് ബുക്ക് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പോസ്റ്റൽ വഴി കിട്ടും. ഓക്കെ. അപ്പൊ ഇഗ്നു ഇവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? യെസ്, ലേണേഴ്സ് സെന്ററുകളിൽ സാധാരണ എല്ലാ ലേണേഴ്സ് സെന്ററുകളിലും ഇല്ല, ചില സ്റ്റഡി സെന്ററുകൾ പിള്ളേർക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ നോട്ട് ദ പോയിന്റ് എല്ലാ സ്റ്റഡി സെന്ററുകളിലും കൊടുക്കുന്നില്ല. ചില സ്റ്റഡി സെന്ററുകളിൽ എന്തായാലും ക്ലാസ്സുകളുണ്ട്. ഈ ഇഗ്നുവിന്റെ MBA എങ്ങനെയാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള MBAയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? സ്പെഷ്യലൈസേഷൻ റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഗ്നോയിൽ കോമൺ ആയിട്ട് വരുന്ന സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുന്നത് HR, MBA in HR വരുന്നുണ്ട്, MBA in ഫിനാൻസ്, MBA in മാർക്കറ്റിംഗ്, MBA in ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ഇഗ്നോയിൽ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻസ്. അപ്പൊ അത് ഓരോ ഇൻഡിവിജ്വലിനെ റിലേറ്റ് ആയിട്ടിരിക്കും. നമുക്ക് ഏത് മേഖലയിലാണോ
കഴിവുള്ളത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നമുക്ക് പോവാൻ, നമ്മുടെ ഫ്യൂച്ചർ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ ഏത് മേഖലയിലാണ് നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഓരോരുത്തരും സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോ ഒരു സാധാരണ നമ്മുടെ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെച്ചിട്ട് വൈഡ് വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻസ് MBA ഇഗ്നോയിലുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് ഇപ്പൊ നമ്മള് ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, MBA നമുക്ക് റെഗുലറായി പോയി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമുക്ക് ഇഗ്നോയിലെ MBA ചൂസ് ചെയ്യാം. എക്സാംസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? എക്സാംസ് ഒക്കെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ എക്സാം സെന്ററുകളിൽ പോയിട്ട് നമ്മൾ എക്സാം സെന്ററിൽ പോയിട്ട് ഡയറക്റ്റ് എഴുതണം. ഓക്കെ, അപ്പം MBAക്ക് ഇതേപോലെ ഒരു ലാസ്റ്റ് ഇയർ പ്രൊജക്ട് അങ്ങനെ വരുന്നുണ്ടോ? ലാസ്റ്റ് സെമ്മില് നമുക്ക് പ്രൊജക്ട് വരുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിലുള്ള നമ്മുടെ ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയിട്ട് കോർഡിനേറ്റർ വഴി നമ്മുടെ തീസിസ് അല്ല നമ്മുടെ ഓരോ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിനോപ്സിസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവർ ആ ഒരു ടോപ്പിക് അവർ അക്സെപ്റ്റ് ചെയ്ത ശേഷം നമുക്ക് പ്രൊജക്ട് ചെയ്തു തുടങ്ങാം. അപ്പൊ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം MBA ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഗ്നുവിൽ MBA ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ എന്താണ് മാമിന് പറയാനുള്ളത്? ഇഗ്നോ എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഡിസ്റ്റന്റ് ലേണിംഗ് ആയിട്ടുള്ള നമ്മുടെ നമ്പർ 1 യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു തെറ്റല്ലേ? വാലിഡ് ആണ് മക്കളെ, വാലിഡ് ആണ്. അപ്പോ കുട്ടികൾക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട 100% വാലിഡ് ആണ്. ഇപ്പൊ അബ്രോഡൊക്കെ ഇഗ്നോ വാലിഡ് ആണ്. അതെ അല്ലെ? അപ്പൊ 2 വർഷം നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ MBA അറിയാം, മറ്റുള്ള PG-നെക്കാളും നമ്മളിപ്പോ MCOM-നെ വെച്ച് നോക്കുകയാണെങ്കിൽ MBAക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് MBAക്ക് ഉണ്ട്. അപ്പൊ വളർന്നു വരുന്നത് എന്ന് പറയാൻ ബിസിനസിന്റെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ് മേഖലയില് നമുക്ക് തിളങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് MBA. യെസ്, ഇപ്പൊ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മളെങ്കിൽ. ഒരുപാട് MNCs ഉണ്ട്. അപ്പൊ ആ ഒരു MNCയുടെ തലപ്പത്തിരിക്കാനെന്ന ഒരുവിധം എല്ലാവരും MBA ഹോൾഡേഴ്സ് ആവും എന്ന് പറയാം, ഓൾമോസ്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ കരിയർ ആ ഒരു മേഖലയിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ സമയവും ഇല്ല, റെഗുലർ ആയി പോയി പഠിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോയുടെ MBA ഏറ്റവും ബെസ്റ്റ് ആണ്. ഇവരുടെ സർട്ടിഫിക്കേഷനിൽ മോഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ മോഡ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്താ മെൻഷൻ ചെയ്യുന്നത്? അത് നമുക്ക് നോർമലി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെയല്ലേ? യെസ്. ഓക്കെ, അപ്പം ഇഗ്നുവില് MBA ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് MBA ചെയ്യാം. UGC റെക്കഗ്നിഷൻ എല്ലാം ലഭിച്ച നല്ല വാലിഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മുടെ വിദ്യാർത്ഥികളോടായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, MBA എന്ന് പറയുന്നത് ബാക്കിയുള്ള കോഴ്സ് പോലെ ഇയർലി പ്രോഗ്രാം അല്ല ഇഗ്നോയിൽ വരുന്നത്, സെമസ്റ്റർ വൈസ് പ്രോഗ്രാമുകളാണ്. ഇപ്പൊ നമ്മൾ സ്പെഷ്യലൈസേഷന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഇയറിലുള്ളത് എല്ലാവർക്കും ഇപ്പൊ സ്പെഷ്യലൈസേഷൻ വരുന്നത് സെക്കൻഡ് ഇയർ മുതലാണ്. അപ്പൊ അവർക്ക് ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, ദാറ്റ് മീൻസ് ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും കോമൺ ആയിട്ട്, ദാറ്റ് മീൻസ് 2 സെമ്മുകളിൽ കോമൺ ആയിട്ട് പഠിക്കാനുള്ളത് സെയിം പേപ്പറുകളായിരിക്കും. സെക്കൻഡ് ഇയറിൽ തൊട്ടാണ് നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് പേപ്പേഴ്സ് ആയിരിക്കും. സോ അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ വൈസ് ആണല്ലോ പറഞ്ഞത്. ആദ്യത്തെ സെമ്മിൽ 7 പേപ്പർ, പിന്നെ 7 പേപ്പർ, അങ്ങനെ ഒരു 14 പേപ്പർ ഫസ്റ്റ് ഇയറിൽ. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ ചൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് പേപ്പറുകൾ സെക്കൻഡ് ഇയറിലോട്ട് മാറും. സോ MBA എന്ന് പറയുന്നത് ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണ്. ഓക്കെ, അല്ല അപ്പൊ ഈ ഒരു എക്സാം അല്ലെങ്കിൽ MBA ചെയ്യുന്ന സന്ദർഭത്തിലെ എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ടാവുക ഫീസ് കൂടുതലായിരിക്കുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരിക്കും. ഫീസ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി MCOM ആൻഡ് MBA ഏകദേശം ഒക്കെ സെയിം ഫീസാണ്. ഇപ്പൊ ഇഗ്നോയുടെ ഫീസ് സ്ട്രക്ചർ ഒക്കെ മാറുന്നതിനനുസരിച്ച് മാറുന്നല്ലാതെ പ്രശ്നമൊന്നുമില്ല. അഫോർഡബിൾ ആണ്. നമ്മളിപ്പോ പുറത്തൊരു സ്ഥലത്ത് MBA പഠിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ അഫോർഡബിൾ ആണ്. MBAക്ക് അത്യാവശ്യം നല്ല, നമ്മള് റെഗുലർ ആയൊക്കെ പഠിക്കുമ്പോൾ നല്ല ഫീസ് ഉണ്ട് നോർമലി. ഗവൺമെന്റ് കോളേജുകളിലൊന്നും ഒരുവിധം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, MBA ഇല്ല. MCOM മാത്രം അവർ പ്രൊവൈഡ് ചെയ്യുന്നു. കുറച്ച് ക്യാഷ് പൊട്ടുന്ന പരിപാടി, എക്സ്പെൻസീവ് ആണ് MBA എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് നമ്മൾ റെഗുലർ ആയി പഠിക്കുമ്പോൾ MBAs ഉള്ളത്. പക്ഷേ നമ്മുടെ നോർമൽ യൂണിവേഴ്സിറ്റികളിലൊന്നും MBA റെഗുലർ ആയിട്ടില്ല. ഡിസ്റ്റന്റ് ആയി പഠിക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, അത്ര എക്സ്പെൻസീവും അല്ല MBA എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതാണ്. If you want to know more about IGNOU and MBA courses, you can contact Future Plus Academy. Future Plus Academy കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ IGNOU യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന MBAയുടെ ക്ലാസ്സുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഓൾസോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി സപ്പോർട്ടിനും Future Plus Academy കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ മാം? അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിവേ, താങ്ക് യു.